ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. കണ്ടില്ലേ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു സംഭവമാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഡാൻസ് കളിപ്പിക്കാം. ആഘോഷമൊക്കെ അല്ലേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കല്യാണക്കുറി ഇല്ലേ, പഴയ, അത് വെച്ചിട്ടാണ് കേട്ടോ. എൻ്റെ കട്ടിയുള്ള പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അധിക സംഭവങ്ങളൊന്നും അത്യാവശ്യമില്ല. എന്നിട്ട് അതിൽ നമുക്ക് വേണ്ട രീതി ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. കൈയും തലയും കാലും ഒക്കെ ആയിട്ട് ഒരു 3-4 പീസാക്കി വരച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് ഇതിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കളറൊക്കെ കൊടുത്തിട്ട് അതിൽ ഒട്ടിച്ചെടുക്കണം. അത്രയാണ് നമ്മളിതിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രിസ്മസ് അല്ലേ, എല്ലാവർക്കും ആഘോഷമൊക്കെ അല്ലേ. എവിടെ എത്തി സംഭവങ്ങളൊക്കെ. ഇനി നമുക്ക് വേണ്ടത് ഇത് ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ഒരു സ്ക്വയർ പീസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടി ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടത് 4 ഷേപ്പാക്കി എടുത്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ ചെറിയ പീസ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഈ നമ്മൾ പെയിൻ്റ് അടിച്ച കൈ, കാല്, ഈ ഭാഗങ്ങളൊക്കെ അവിടെ ഹോൾഡ് ചെയ്ത് വയ്ക്കും. അത്രേ ഉള്ളൂ ചെയ്തെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ എല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാലിൻ്റെ ഭാഗത്തൊക്കെ ബ്ലാക്ക് കളർ അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഭാഗങ്ങളിൽ റെഡ്, പിന്നെ കുറച്ച് വൈറ്റ്. അത്രയൊക്കെയാണ് നമ്മളിതിന് തയ്യാറാക്കി എടുക്കുന്നത്. ഏകദേശം ഇതുപോലെ. കാലിൻ്റെ ഭാഗങ്ങളുണ്ട് അവിടെയും. പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ പുതിയത് കിട്ടിയതായിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും പരമാവധി വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ആ പുതിയതായിട്ട് വന്നവരൊക്കെ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. ഇതുപോലെ നമ്മൾ ഓരോ പീസുകൾ ഉണ്ടാക്കിയിട്ട് ഇതിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലക്സിക്ക് ചെറുതായിട്ടൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലാണ് നമ്മൾ മറ്റേ പീസുകളൊക്കെ വെച്ചെടുക്കുന്നത്. ഏകദേശം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഇതുപോലെ. ഇത്രേ ഉള്ളൂ സംഭവം. ഇതേ രൂപത്തിലായി കിട്ടും. പിന്നെ നമ്മളതങ്ങനെ കൈകൊണ്ടൊന്ന് അങ്ങനെ തിരിച്ചു കൊടുത്താൽ ക്യൂട്ടായിട്ടുള്ളൊരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു ടോയ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ചെയ്തത്. ക്രിസ്മസൊക്കെ ആയതല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും. വരേക്കും
എല്ലാവരോടും ബൈ പറയുന്നു.